Watch India's largest kids library only on Jio Hotstar. Download the app now. പ്രിയപ്പെട്ട ജനങ്ങളെ, ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് മനോവിഷമം ഉണ്ടെങ്കിൽ അതേ സമയം ആ വിഷയത്തെ പറ്റി ചർച്ച ചെയ്ത് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ വേർതിരിച്ചറിയുന്നതാണ് നല്ലത്. ഇങ്ങനെ ചെയ്താൽ ജീവിതത്തിന്റെ പകുതി പ്രശ്നങ്ങളുടെ ഒരു നല്ല രീതിയിൽ തീരുമാനമായി കിട്ടും. പിന്നെ ആ വ്യക്തിക്ക് നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. കണ്ടില്ലേ, ഇദ്ദേഹം എത്ര വലിയൊരു കാര്യമാണ് ഇത്രയും സിമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് തൊട്ട് ഞാനും എന്റെ മനസ്സിൽ ഒന്നും തന്നെ വെക്കാൻ പോകുന്നില്ല. എന്തൊരു സംഗതിയാണെങ്കിലും ഞാനത് അപ്പം തന്നെ ക്ലിയർ ചെയ്ത് കളയും. എന്ന് വെച്ചാൽ പാലിന് പാലായിട്ടും വെള്ളത്തിന് വെള്ളമായിട്ടും ഞാൻ കാണൂ. അങ്ങനെ ജീവിതം ഞാൻ ജീവിച്ച് ആസ്വദിക്കും. മോട്ടു, അദ്ദേഹം പറയുന്നതിലൊക്കെ സത്യമുണ്ടെന്ന് ഞാനും സമ്മതിക്കുന്നു. പക്ഷെ അതൊക്കെ ശരിയായ സമയത്താണ് നീ അത് ഉപയോഗിക്കേണ്ടത്. ഈ സ്വാമി പറയുന്നതെല്ലാം കേട്ടപ്പോ എന്റെ മനസ്സിലൊരു അപകടകരമായ ഐഡിയ തോന്നുന്നുണ്ട്. ഇത് തീർച്ചയായും വർക്കൗട്ട് ആകുമെന്നാണ് തോന്നുന്നത്. ആ ഐഡിയ എന്താണെന്ന് ആദ്യം ഞങ്ങൾക്ക് പറഞ്ഞതായോ ബോസ്? എന്തിനു പറയണം, ചെയ്ത് കാണിച്ചാ പോരെ. നിങ്ങളുടെ കണ്ണ് തുറന്ന് നോക്കിക്കോളൂ. ഒരു പ്രസിദ്ധമായ പഴഞ്ചൊല്ല് ഞാനിവിടെ പറയാം. വടി വെച്ചിരിക്കുന്നവൻ പറയുന്നതേ കുരങ്ങനുസരിക്കുമെന്ന്. ഇതിൽ സത്യം എത്രയാണ് നുണ എത്രയാണെന്നൊന്നും അറിയില്ല. അല്ല, നിന്റെ അഭിപ്രായം എന്താണെന്ന് പറയുമ്പോട്ട് ഞാൻ വിചാരിക്കുന്നത് അറിയണമെന്നുണ്ടല്ലേ? ഞാൻ ഇപ്പൊ തന്നെ പാലിന് പാലായിട്ടും വെള്ളത്തിന് വെള്ളമായിട്ടും കാണിച്ചു തരാം. കണ്ടില്ലേ, ഒരു മനുഷ്യൻ അവന്റെ കൂടെ ഒരു പശുവിനെയും കൊണ്ട് ഇങ്ങോട്ടേക്കാണ് നടന്നു വരുന്നത്. ഞാൻ ഇപ്പൊ തന്നെ അവനോട് ചോദിക്കാം. മോട്ടു, അവിടെ നിൽക്ക്, പറയുന്നതൊന്ന് കേൾക്ക്. അതെ വലിയേട്ടാ, അല്ല ഈ പശു നിങ്ങളുടേതാണോ? എന്റേതാണ്. അപ്പോഴേ ലാത്തിയോ? ഇതത് ചോദ്യമാ. പശു എന്റേതാണ്, പിന്നെ വടി എന്റേതായിരിക്കില്ലേ? അങ്ങനെയല്ല, അങ്ങനെ ആവണമെന്നൊന്നുമില്ലല്ലോ. ഈ പശു നിന്റെയാണെന്ന് വെച്ച് ലാത്തിയോ നിന്റെ ആവണമെന്നില്ലല്ലോ. അത് മറ്റാരുടെയെങ്കിലും ആവാലോ, അല്ലേടോ? അതിനിപ്പോ താരതായി പറഞ്ഞു പറഞ്ഞേ. നിന്റെ സംശയം ഞാൻ ഇപ്പൊ മാറ്റി തരാം. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. വേണ്ട വലിയേട്ടാ, ഞാൻ ചോദിക്കാൻ വന്നത് പാലും വെള്ളവും വേറെയാണോന്നാ. പക്ഷെ ആ ചോദിച്ച രീതി തെറ്റായി പോയെന്നേ ഉള്ളൂ. സോറി വലിയേട്ടാ. താഴോട്ട് വാ, ഞാൻ പാലും വെള്ളവും ഒക്കെ മാറ്റി വെവ്വേറെയാക്കി കാണിച്ചു തരാം. വേണ്ട വേണ്ട, ഞാൻ താഴെ വന്നാ നീ വീണ്ടും തന്നെ ചെയ്യും. എനിക്കിപ്പോ ഒക്കെ മനസ്സിലായി, ഈ ലാത്തിയും പശു ഒക്കെ നിന്റെയാണെന്ന്. താഴോട്ട് പറഞ്ഞോട്ടോ, അതാ ഞാൻ വെള്ളോട്ട് പറഞ്ഞോ. ഇപ്പൊ പറ, പശുവും വടിയും ഒക്കെ ആരുടേതാണെന്ന് പറ. ആരുടെയാണോ ലാത്തി അയാളുടെ തന്നെയാണ് പശു. എങ്കിൽ ശരി, ഇനി ശ്രദ്ധിച്ചു വേണം ചോദ്യമൊക്കെ ചോദിക്കാൻ. കണ്ടില്ലേ ജോൺ, ഇപ്പോഴൊക്കെ ക്ലിയർ ആയല്ലോ. ആരുടെയാണോ ലാത്തി അയാളുടെ തന്നെയാണ് പശു. പാലിന് പാലും വെള്ളത്തിന് വെള്ളമാക്കി മാറ്റിയത് കണ്ടില്ലേ ഞാൻ? ഓഹോ, താങ്ക് യു മോട്ടു, താങ്ക് യു. എന്റെ കൺഫ്യൂഷനൊക്കെ നീ അങ്ങോട്ട് അകറ്റിയിരിക്കുക. എന്റെ മോട്ടു, ഇത്രയും അടി കിട്ടിയിട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നെ എപ്പോഴാ മനസ്സിലാവുക? വേഗം വാ, നമുക്ക് ഇവിടുന്ന് പോവാം. ജോണിന്റെ വാക്ക് കേട്ടാൽ ഇനി അടി കിട്ടും. ഇനി ഞാൻ കൊടുക്കാൻ പോകുന്ന പണിയില് ഈ ഫുർഫുറി നഗരത്തിലെ ജനങ്ങൾ മോട്ടുവിന് 8ന്റെ പണി കൊടുക്കും. മോട്ടു സാറെ, ബോക്സർ സാറിന്റെ പഞ്ചിങ് ബാഗിൽ ഒരു 100 പ്രാവശ്യം ഇട്ട് പഞ്ച് ചെയ്താൽ ആ ബോക്സറിന്റെ പഞ്ചിങ് ബാഗ് പൊട്ടിച്ചിതറുന്നതായിരിക്കും. പക്ഷെ എനിക്കിതിൽ അത്ര വിശ്വാസം പോരെ കേട്ടോ മോട്ടു സാറേ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കുറച്ച് സമയം കൊണ്ട് തന്നെ പാലും വെള്ളവും വേറെ വേറെയാണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാമെന്നേ. വെയിറ്റ് ചെയ്യൂ. മോട്ടു, ഇപ്പൊ നീ ഫോണിൽ എന്താ ഈ ചെയ്യുന്നത്? ഏയ്, ഒന്നും ചെയ്തതല്ല ബദ്ലു, ഞാനൊരു മെസ്സേജ് അയച്ചതാണ്. ഏയ്, എന്താ നിനക്ക് പെട്ടെന്ന് സംഭവിച്ചത്? എന്റെ പഞ്ചിങ് ബാഗിനോട് നീ എന്തിനാ കുസ്തി പിടിക്കുന്നത്? ഈ ഭാഗത്ത് എവിടെയും ജോണിനെ കാണുന്നില്ലല്ലോ. പിന്നെ ഈ മോട്ടുവിന് എന്താ സംഭവിച്ചേ? ഏയ്, നിർത്തടാ. എടാ, നിന്നോട് നിർത്താനാ പറഞ്ഞത്, ഒന്ന് മതിയാക്കാൻ. ഞാനിതിനൊരു 100 പഞ്ച് ചെയ്ത് കാണുമല്ലോ ഇപ്പോ. പക്ഷെ ഈ ബാഗിന് ഒന്നും തന്നെ സംഭവിച്ചില്ലല്ലോ. ശരി, ഇനി റിപ്ലൈ മെസ്സേജ് ചെയ്തേക്കാം.
എന്റെ കയ്യിലിട്ടിപ്പോ ഡബിൾ റൊട്ടി ചുട്ടെടുക്കാൻ പറ്റുമല്ലോ. ഇനിയിപ്പോ ഞാൻ എങ്ങനെയാ മെസ്സേജ് അയക്കുക? ഓഹോ മോട്ടു നിന്റെ കൈ വീർത്തിരിക്കുന്നല്ലോ, അതുപോലെ നിന്റെ മുഖവും വീർത്തിരിക്കണ്ടേ? മുഖം എന്തിനാ ചുമക്കുന്നത്? ബോക്സർ ചേട്ടൻ കണ്ടില്ലായിരുന്നു, ഞാൻ എന്റെ കൈ കൊണ്ടല്ലേ പഞ്ച് ചെയ്തോണ്ടിരുന്നത്. അത് ബാലൻസ് ചെയ്യണമെങ്കിൽ മുഖവും വീർത്തിരിക്കണമല്ലോ. അത് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. എവിടേക്കാണ് ഓടിപ്പോതെ? നിക്കണ അവിടെ. ഇവിടെ ഒളിയാ. എടാ ഓടാതെ നിക്കവിടെ. ഒരു മിനിറ്റ്. നിന്നെ ഞാൻ വെറുതെ വിടില്ല. രക്ഷിക്കണേ. മോട്ടു സാർ, ഞാൻ കേട്ടിടത്തോളം വെച്ച് ഡോക്ടർ ജഡ്കെയുടെ കയ്യിലുള്ള എല്ലാ മെഡിസിൻസും മിക്സ് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു സൂപ്പർ ഹീറോയാവാൻ സാധിക്കും. ഇനി നീ പറയൂ മോട്ടു, ഇതിൽ എത്ര ശതമാനം സത്യമുണ്ട്, എത്ര ശതമാനം നുണയുണ്ട്? ഇപ്പൊ തന്നെ ഞാൻ പാലും വെള്ളവും വേറെ വേറെയാണെന്ന് നിനക്ക് പറഞ്ഞു തരാം ജോണേ. മോട്ടു ആരുടെ ഫോണാണ്? ജോണിന്റെ അല്ലേ? വേഗം പറ. അവൻ എന്താ പറഞ്ഞത്? അതെ, പറഞ്ഞിരിക്കാനൊന്നും സമയമില്ല, ചെയ്ത് കാണിക്കാനേ സമയമുള്ള. വേഗം വരൂ. മോട്ടു ഇത്ര നേരം കിട്ടിയതൊന്നും പോരെ. ഇനി നീ എവിടേക്കാ ഓടുന്നത്? മോട്ടു ഓയ് മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, നീ എന്തായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനാ നീ എന്റെ ലാഭം നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? ഓ മോട്ടു, എന്തായി കാണിക്കുന്നത്? മര്യാദയ്ക്ക് പറയ, ഇവിടെ എന്തായി കാണിക്കുന്നത്? വേണ്ട. പൊളിച്ചെടുത്തല്ല മോട്ടു. നിനക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ എങ്ങനെ എത്ര പെട്ടെന്ന് വഴി കിട്ടുന്നതാ? മോട്ടു എന്താ സംഭവിച്ചെന്ന് നിനക്ക് മനസ്സിലായോ? നിന്റെ കണ്ണൊന്ന് തുറന്ന് നോക്ക്. ഇപ്പോഴെങ്കിലും നീ മനസ്സിലാക്ക്. ഇത് മുഴുവൻ ആ ജോണ് നിന്നെ വിഡ്ഢിയാക്കിയിട്ട് കണ്ട് രസിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. സോറി പത്ലു, വെരി സോറി. എനിക്കെല്ലാം ക്ലിയർ ആയിട്ട് തന്നെ കാണിച്ചു കൊടുക്കണമെന്നുണ്ട്. പക്ഷെ ഇപ്പോഴെനിക്ക് പാലും വെള്ളവും വേറെ വേറെ ആക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ജോണിനെ വെള്ളം പോലെ ആക്കിയേ പറ്റൂ. ഞാൻ പോവുകയാണ്. മോട്ടു നിൽക്ക് മോട്ടു. ഇത്ര ദേഷ്യത്തിൽ പോയി ജോണിനെ തല്ലിയത് കൊണ്ട് ഒരു രസവും ഉണ്ടാവാൻ പോകുന്നില്ല. അവന് നമുക്ക് അവന്റെ ഭാഷയിൽ തന്നെ തിരിച്ചടി കൊടുക്കണം. എന്താ? എങ്കിൽ ശരി പത്ലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. അല്ല, നിങ്ങളൊരു സയന്റിസ്റ്റിന്റെ ലേറ്റസ്റ്റ് കണ്ടുപിടുത്തത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? സയന്റിസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു കുള്ളനിട്ട് 100 ഇടി ഇടിച്ചാൽ അവന് ഒരടിയോളം വളർച്ച ഉണ്ടാകുമത്രേ. അതേന്ന്. ഇങ്ങനെ 100 ഇടി വീതം ഇടിച്ചുകൊണ്ടേയിരുന്നാൽ ഓരോ ഫീറ്റ് വീതം കയറിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെ ഒരു റിസർച്ച് ആണോ? അങ്ങനെ ഒന്നും സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ല. ജോൺ, നിനക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? പക്ഷെ ഞാൻ ഇപ്പോൾ തന്നെ പാലും വെള്ളവും വേറെ വേറെയാണെന്ന് ഞാൻ ഇതിൽ തെളിയിച്ച് കാണിച്ചു തരാം. പറയൂ, തയ്യാറാണോ? ഞങ്ങൾ തയ്യാറാണ് ബോസ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ഇനി അഥവാ നിങ്ങൾക്ക് ഹൈറ്റ് കൂടുകയാണെങ്കിൽ നിങ്ങൾ സൂപ്പർ ഹീറോ ആകും. ജോൺ, റെഡിയാണോ? ഒന്ന് പതുക്കെ ഇടിക്ക് മോട്ടു. ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മതി മോട്ടു, മതി, മതിയാക്ക. ഇങ്ങനെ ഇടിച്ചാൽ എന്റെ അവസ്ഥ എന്താകും? എന്റെ പൊന്നു മോട്ടു, ഇങ്ങനെ ഇടിക്കരുത്. പത്രു, നീ എങ്കിലും ഒന്ന് അനുസരിക്കുക. വേണ്ടെന്ന് പറയാ, മോട്ടുവിനോട് വേണ്ടെന്ന് പറയാ.
ബോസ് ഇതുവരെ ഹൈറ്റ് ഒന്നും കൂടിയിട്ടില്ല. ഒന്നുകൂടി ശ്രമിച്ചു നോക്കിയാലോ? അതെ അതെ, സത്യമാണ്. അതുകൊണ്ട് നമുക്ക് ഇനി വീണ്ടും കണ്ടിന്യൂ ചെയ്യാമെന്നേ. തീർച്ചയായിട്ടും ഹൈറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് പാലും വെള്ളവും വേറെയാണെന്ന് മനസ്സിലാവുകയും ചെയ്യല്ലോ. കാണിച്ചു തരാം സയന്റിസ്റ്റിന്റെ വാക്കുകൾ എത്രത്തോളം സത്യമാണെന്നുള്ള കാര്യം. എനിക്ക് ഹൈറ്റും വേണ്ട, ഒന്നും വേണ്ട, എന്നാ വിട്ടാ മാത്രം മതി. നീ എനിക്കിട്ട് പണിയുന്നെന്ന് എനിക്ക് മനസ്സിലായി മോട്ടു. ബോസ് ഒന്നവിടെ നിന്നേ, ഒരു ട്രൈ കൂടി ചെയ്ത് നോക്കിയാലോ? ബോസ് നിന്നേ. Watch India's largest kids library only on Geo Hotstar. Download the app now.